സുഹൃത്തുക്കളെ, മലയാള സിനിമ നടൻ മുകേഷ് എല്ലാവർക്കും പ്രിയപ്പെട്ട നടനാണ്. മുകേഷ് പണ്ട് കോമഡി ആയിരുന്നു പൊതുവേ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ലാസ്റ്റ് ഒരു 10 വർഷത്തിനകത്ത് മുകേഷ് ട്രാക്ക് മാറ്റിപ്പിടിച്ചു. മുകേഷ് എല്ലാ തരത്തിലുള്ള കഥാപാത്രങ്ങളും ചെയ്യും. മുകേഷിനെ ചെയ്യാൻ പറ്റാത്തതായിട്ട് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല. മുകേഷ് ഹിറ്റായത് ഈ പറയുന്ന പോലെ സിദ്ദിഖ് ലാലിൻ്റെ സിനിമകൾ വഴിയാണ്. ഏറ്റവും പ്രധാനം ഈ റാംജി റാവു സ്പീക്കിംഗ് ആയാലും മാന്നാർ മത്തായി ആണെങ്കിലും പിന്നെ ഈ ഗോഡ് ഫാദർ ആണെങ്കിലും എല്ലാം നമ്മുടെ മനസ്സിൽ നമ്മളെപ്പോഴും എനിക്ക് തോന്നുന്ന 10 ദിവസം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ദിവസവും മുകേഷിൻ്റെ ഒരു ഡയലോഗ് ചിലപ്പോൾ നമ്മൾ പറയും. കാരണം നമ്മൾ അതുപോലെ നമ്മളുടെ ഒരു ജനറേഷനിൽ അതുപോലെ മുകേഷ് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു നടനാണ്. മുകേഷ് ഒരു സിനിമാ നടൻ എന്നിരുന്നാലേ മാത്രമല്ല ഇന്ന് അറിയപ്പെടുന്നത്. മുകേഷ് കൊല്ലം നിയോജക മണ്ഡലത്തിലെ MLA ആണ്. ഒന്നല്ല, 2ാമത്തെ തവണയാണ് അദ്ദേഹം കൊല്ലത്തെ MLA. ഇതിപ്പം മുകേഷിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ചെറിയ വാക്ക് പറഞ്ഞാൽ, നാറിയവനെ ചുമന്നാൽ നാറിയവനെ പേറിയവനും നാറെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് മുകേഷിനെ ചുമന്ന് കേരളത്തിലെ LDF സർക്കാർ, അതായത് ആദ്യത്തെ തവണ മുകേഷ് ഉണ്ടായിരുന്ന ആദ്യത്തെ ഇവരുടെ ടീമിൽ മുകേഷിൻ്റെ വിവാദങ്ങൾ വന്ന സമയത്ത് മുകേഷിനെ പ്രത്യേകിച്ച് ഇവർ താക്കീതൊന്നും കൊടുത്തില്ല. അങ്ങനെ 2ാമത് മുകേഷ് MLA ആയി. ഇപ്പം എന്താ അതിലും വലിയ പ്രശ്നത്തിൽ വന്നിരിക്കുന്നു. മുകേഷിനെതിരെ പീഡന കേസ് ആണ് ഇപ്പം വന്നിരിക്കുന്നത്. മുകേഷിനെ കൊല്ലം നിയോജക മണ്ഡലം കിട്ടിയത് ഒരു താലത്തിൽ വെച്ച് മുകേഷിന് കിട്ടിയ പോലെ ആയിരുന്നു. കാരണം കൊല്ലം എന്ന് പറഞ്ഞ് അവിടെ സഖാവ് PK ഗുരുദാസൻ എന്ന് പറഞ്ഞ അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരു തട്ടകമായിരുന്നത്. PK ഗുരുദാസന് തന്നെയായിരുന്നു ആ സീറ്റ് വെച്ചിരുന്നതും. പക്ഷേ എന്തുകൊണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നേതാക്കന്മാരുടെ ഒരു ചിന്ത വെച്ചിട്ട് ഇതൊരു VIP മണ്ഡലമാക്കിയേക്കാം, ഇത് ഇച്ചിരി പോപ്പുലാരിറ്റി ഉള്ള ഒരാളെ അവിടെ നിർത്തിയേക്കാം എന്ന് പറഞ്ഞപ്പോൾ അവർ മുകേഷിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും അവരുടെ ആ മുകേഷിൻ്റെ ഫാദർ ആയാലും അമ്മയാണേലും എല്ലാവരും ഇടതുപക്ഷ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളാണ്. അങ്ങനെ മുകേഷിന് ആ സീറ്റ് ഇവർ കൊടുക്കുകയാണ്. അപ്പം പാവം സഖാവ് PK ഗുരുദാസൻ അദ്ദേഹത്തിൻ്റെ രാവും പകലും അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത ഒരാളാണ്. ഒരു ടിപ്പിക്കൽ പാർട്ടി പ്രവർത്തകനായിരുന്നു സഖാവ് PK ഗുരുദാസൻ. പക്ഷേ എന്ത് ചെയ്യാം, ഇപ്പം അന്ന് മുതൽ മുകേഷിനെ പാർട്ടി ഇവരുടെ അവിടുത്തെ സ്ഥാനാർത്ഥിയാക്കി. അദ്ദേഹം വിജയിച്ചു, 2ാമത്തെ തവണയും വിജയിച്ചു. മുകേഷ് ആദ്യത്തെ തവണ MLA ആയിരിക്കുമ്പോഴാണ് ഈ ദിലീപിൻ്റെ കേസ് വരുന്നത്. ദിലീപിൻ്റെ കേസ് വരുമ്പോൾ പൊതുവേ സ്ത്രീ പീഡന കേസ് അല്ലെന്നുണ്ടെങ്കിൽ പെൺകുട്ടികളെ ഉപദ്രവിച്ച കേസ് വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുക്കുന്ന ഒരു നയമുണ്ട്, അവരുടെ ഒരു ഐഡിയോളജി ഉണ്ട്. അതായത് 1-2 സീറ്റ് പോയാലും അവർ ഈ കാര്യമാക്കില്ല, അവരുടെ ഐഡിയോളജിയിൽ അവർ മുറുകെ പിടിക്കും എന്നായിരുന്നു അവരെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ദിലീപിന് വേണ്ടി മുകേഷ് ഡിഫെൻഡ് ചെയ്ത് നിന്ന സമയത്ത് പൊതുവേ നമ്മൾ വിചാരിച്ചു മുകേഷിനൊരു താക്കീത് കിട്ടും. പൊതുവായിട്ട് ഈ സ്ത്രീപീഡന ആരോപണം നേരിടുന്ന ഒരാളെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദ്ദേഹത്തിന് ഒരു താക്കീത് കൊടുക്കും. പക്ഷേ അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. കാരണം അദ്ദേഹം വളരെ പോപ്പുലറാണ്. അദ്ദേഹത്തിന് വേറൊരു നീതിയായി പോയി എന്ന് അന്ന് മുതൽ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതായിരുന്നു ഇപ്പോൾ 2ാമത്. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർക്ക് വേറെ വഴിയില്ലാതായി മാറി. ഇപ്പോൾ 2ാമത്തെ തവണ അദ്ദേഹത്തിന് MLA സ്ഥാനം കിട്ടി. അദ്ദേഹം MP ആയിട്ട് മത്സരിച്ചു, പ്രേമേന്ദ്രനോട് തോറ്റു. പക്ഷേ അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ, പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയൊക്കെ വശം കെട്ട് കാണും. നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്തെങ്കിലും ഒരു ഇതുപോലത്തെ കേസ് വന്നു കഴിഞ്ഞാൽ പൊതുവെ അവർ അച്ചടക്ക നടപടിക്ക് വിധേയരാക്കും, അല്ലെന്നുണ്ടെങ്കിൽ താക്കീത് കൊടുക്കും, അല്ലെന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ തന്നെ ഒരു പൊതുജനങ്ങൾ പൊതുവെ പറയുന്ന ഒരു സംഭവമുണ്ട്, പാർട്ടിയുടെ ഒരു അന്വേഷണം കമ്മീഷൻ വെക്കും. ഇതുപോലെ ഒന്നും മുകേഷിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല. മുകേഷിന് ഇപ്പം വന്നിരിക്കുന്ന ഒരു പ്രശ്നം, മുകേഷ് ഈ കേസിൽ എന്തെങ്കിലും പെട്ടുപോയാൽ ആ കൊല്ലം സീറ്റ് എന്ന് പറയുന്ന സംഗതി അത് വേറൊരു പ്രശ്നത്തിലായി മാറും. ഇത് ആവശ്യമില്ലാത്തതിനെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഏച്ച് കെട്ടിയാൽ നമ്മളിത് മുഴച്ചിരിക്കുമെന്ന് പറയുന്ന പോലെ ഇദ്ദേഹത്തിന് പകരം അവിടുത്തെ ആ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫുൾ ടൈം പ്രവർത്തകനായും നേതാവായും ആയിരുന്ന സഖാവ് PK ഗുരുദാസനോ അതുപോലെ ഒരാളായിരുന്നെങ്കിൽ എന്നിപ്പോൾ അവർ വിചാരിക്കുന്നുണ്ടാവും. ഈ ഒരു കേസ് വന്നതിൽ പിന്നെ മുകേഷ് ആദ്യത്തെ ദിവസം ഫേസ്ബുക്കിലൊരു പോസ്റ്റൊക്കെ ഇട്ടു, ഞാൻ എൻ്റെ ധീരമായ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകും, എന്നെ സംശുദ്ധമായിട്ട് ഞാൻ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഇട്ടു. പക്ഷേ അതിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു ഒരു കൊടിയൊക്കെ പിടിച്ചിട്ടുള്ള ഒരു ഫോട്ടോയൊക്കെ ആയിരുന്നു അദ്ദേഹം ഇട്ടിരുന്നത്. ഏതായാലും ആരെങ്കിലും താക്കീത് കൊടുത്തിട്ടാണോ എന്താണോ എന്നറിയില്ല.
ആ സംഗതി മാറ്റി അത് കഴിഞ്ഞ് വേറൊരു നീല കളറുള്ള ഒരു ഷർട്ടൊക്കെ ഇട്ട് വേറൊരു ഫോട്ടോ ഇട്ട് വേറെ ആ പോസ്റ്റ് തന്നെ അദ്ദേഹം ഇട്ടിട്ടുണ്ട്. ഏതായാലും ഒരു തരത്തിലും പാർട്ടിയുടെ ചിഹ്നങ്ങളോ അല്ലെങ്കിൽ ഇതൊന്നും ഡിഫൻസിന് അദ്ദേഹം ഉപയോഗിക്കത്തില്ല എന്ന് വിചാരിക്കാം. ഉപയോഗിപ്പിക്കാൻ സാധ്യതയില്ല. ഇപ്പോഴത്തെ നേതൃത്വം അനുസരിച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാനായിട്ട് കൊടിയൊക്കെ പിടിച്ചിരിക്കുന്ന ഫോട്ടോ ഉപയോഗിപ്പിക്കുമെന്ന്. ഇനിയെങ്കിലും ഇങ്ങനത്തെ വള്ളി നമ്മുടെ കേരളത്തിലെ ഈ രാഷ്ട്രീയ രംഗം പിടിക്കാതിരിക്കട്ടെ. അവരെ ഈ പറയുന്ന പോലെ ആളുകളെ ഒരു സ്ക്രൂട്ടിനി കഴിഞ്ഞിട്ട് വേണം പൊതുവേ ഇങ്ങനെയുള്ള പോപ്പുലർ ആയിട്ടുള്ള ആളുകളും പ്രത്യേകിച്ച് ഈ സിനിമാ മേഖലയിൽ നിന്നൊക്കെ വരുന്ന ആളുകളെ രാഷ്ട്രീയത്തിലേക്ക് എടുക്കാൻ. അല്ലെങ്കിൽ എന്തെങ്കിലും വള്ളി പിടിച്ചു കഴിഞ്ഞാൽ ഈ ഇവരുടെ സ്ഥാനം പോകുന്നതിന് പുറകെ ഉപതെരഞ്ഞെടുപ്പ് നടത്തണം, പിന്നെ അതിൻ്റെ പുറകെയുള്ള ചിലവായി, പിന്നെ വീണ്ടും പോസ്റ്റർ ഒട്ടിക്കണം. അതൊക്കെ ഒഴിവാക്കാവുന്ന ഒരു കാര്യമാണ്. ഇവന്മാരെ നല്ല കക്ഷികളെ പിടിച്ച് മറ്റേ സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കുഴപ്പമില്ലല്ലോ, സാധാരണഗതിയിലങ്ങ് പോകാം.